ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നൊരു കുഞ്ഞ് ഡേ വ്ളോഗാണ് കാണിക്കുന്നത്. ഒത്തിരി നാളായി ഡേ വ്ളോഗൊക്കെ ഞാൻ എടുത്തിട്ട്. കാരണം കുറച്ച് തിരക്കൊക്കെ ആയിപ്പോയി. അപ്പം എടുക്കാനോ അല്ലെങ്കിൽ വീഡിയോ എടുത്താൽ തന്നെ എഡിറ്റ് ചെയ്തിടാനോ ഉള്ള ഒരു സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പം കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് അങ്ങനെ അപ്ലോഡ് ചെയ്യാൻ പറ്റാറില്ല. പിന്നെ ഞാൻ ആ തിരക്കൊക്കെ ഒന്ന് ഒഴിഞ്ഞതുകൊണ്ട് ഇന്ന് വിചാരിച്ചു, ഇന്ന് കുറച്ച് സമയം ഉണ്ടായിരുന്നു രാവിലെ. അപ്പം വിചാരിച്ചു കുറേ നാളായില്ലേ വീഡിയോസൊക്കെ എടുത്തിട്ട്. അപ്പോൾ ഇന്ന് എന്തായാലും ഒരു ഡേ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഇന്നത്തെ വീഡിയോ ഇടുന്നത്. അപ്പം ഇന്ന് രാവിലെ ഞാൻ ഇഡലിയും സാമ്പാറുമാണ് ഉണ്ടാക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റായിട്ട്. അപ്പം ഇച്ചായൻ ഇന്ന് ജോലിക്ക് പോകണ്ടെന്ന് വിചാരിച്ച് മടി പിടിച്ചിരുന്നുണ്ട്. കാരണം ഇന്നലെ തന്നെ ഒരു ഉച്ച കഴിഞ്ഞതിന് ശേഷം നല്ല മഴയായിരുന്നു. അപ്പോൾ അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് സ്റ്റോപ്പാകും, പിന്നെ നല്ല മഴ. അങ്ങനെ ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്ന് പോകണ്ടായിരിക്കും എന്ന് പറഞ്ഞ് കുറച്ച് മടി പിടിച്ചിരുന്നു. അപ്പോൾ ഇച്ചായൻ പറഞ്ഞു എന്തായാലും എഴുന്നേക്കാം, ജോലി ഉണ്ടെങ്കിൽ പോവാം, ഇല്ലെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ജോലിയൊക്കെ തീർത്തിട്ട് വെറുതെങ്കിലും ഇരിക്കാമല്ലോ എന്ന് വിചാരിച്ച് രണ്ടുപേരും കൂടെ എഴുന്നേറ്റ് ജോലിയൊക്കെ തുടങ്ങി. അപ്പോൾ ഇച്ചാൻ പുറത്ത് ചോറ് വെക്കാനുള്ള തീയൊക്കെ കത്തിച്ച് തന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ കുക്കറിൽ പച്ചക്കറിയും പരിപ്പുമൊക്കെ വേവിക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചു. പിന്നെ ഇന്ന് ഇഡലിയും സാമ്പാറുമാണ് ഉണ്ടാക്കുന്നത്. ഇഡലിക്കുള്ള മാവൊക്കെ ഒഴിച്ച് വെച്ചു. അതും ഏകദേശം വെന്ത് കഴിഞ്ഞു. പിന്നെ ഞാനിപ്പോൾ കുറേ നാളുകൊണ്ട് കട്ടൻ ചായ ഒഴിവാക്കി വെച്ചിരുന്നു. കാരണം നല്ല വെയിലായ സമയത്ത് കട്ടൻ ചായ കുടിക്കേണ്ടെന്ന് പറഞ്ഞ് അങ്ങ് ഒഴിവാക്കിയ കാര്യമാണ്. പിന്നെ എന്തോ മഴ തുടങ്ങിയപ്പോൾ പിന്നെയും കട്ടൻ ചായ കുടി തുടങ്ങി. അപ്പോൾ അതൊക്കെ ഒന്ന് കഴിഞ്ഞതിന് ശേഷം ഇപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ട് നല്ല രീതിയിൽ മണി പ്ലാന്റ് എനിക്ക് വളർന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ നോക്കി. കാരണം ഒരു ബോട്ടിൽ ഞാൻ ആദ്യം വെച്ചതാണ് വീട്ടിൽ. അത് കഴിഞ്ഞിട്ട് ഇപ്പം 3 ഗ്ലാസ്സിൽ 2 ഗ്ലാസ്സിലും കൂടെ വെക്കുന്ന തരത്തിൽ നല്ല രീതിയിൽ ഗ്രോത്ത് വന്നിട്ടുണ്ട്. മാത്രമല്ല വേറൊരു ചെടി, അതിൻ്റെ പേര് എനിക്കറിയില്ല. അപ്പോൾ അതും ഞാനിങ്ങനെ വീട്ടിലിങ്ങനെ 2 ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട്. ഇതേ കണ്ടില്ല, പുറത്തിറങ്ങിയപ്പോൾ നല്ല മഴയുണ്ട്. മാത്രമല്ല അപ്പുറത്ത് നിന്ന് മരിച്ചിനിയൊക്കെ ഞങ്ങളുടെ ഇങ്ങോട്ട് മതിലിലോട്ട് മറിഞ്ഞ് നിൽക്കുകയാണ്. എന്താണെന്ന് അറിയില്ല. വേര് പുഴുതതാണോ അല്ല ഒടിഞ്ഞ് വീണതാണോ എന്നൊന്നും അറിയില്ല. അതൊക്കെ നോക്കി നിന്നതിന് ശേഷം ഞാൻ പിന്നെ വീട്ടിൽ കയറിയപ്പോഴത്തേക്കും കുക്കറിൽ നിന്ന് ഞാൻ പച്ചക്കറി വെന്തത് ഒരു പാത്രത്തിലോട്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഇങ്ങനെയാണ് സാമ്പാർ വെക്കുന്നത്. കുക്കറിൽ ഡയറക്റ്റായിട്ട് പുളിയും മസാലയൊന്നും ചേർത്തിട്ട് അങ്ങനെ വെക്കാറില്ല. ഒട്ടും സമയമില്ലെങ്കിൽ പോലും കുക്കറിൽ വേവിച്ചിട്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ അതൊക്കെ കടുവറുത്ത് ഒഴിച്ചതിന് ശേഷം ചമ്മന്തിക്കറിയും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. എനിക്ക് ഇഡ്ഡലിയും സാമ്പാറും കുറച്ച് ചമ്മന്തിയും കൂടെ കൂട്ടി കഴിക്കുന്നതാണ് ഭയങ്കര ഇഷ്ടം. അപ്പം ഞാൻ സമയം ഇല്ലെങ്കിൽ മാത്രമാണ് ചമ്മന്തി ഉണ്ടാക്കാത്തത്, ഇല്ലെന്നുണ്ടെങ്കിൽ ചമ്മന്തി ഉണ്ടാക്കും. അങ്ങനെ ഞാൻ ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി. ആദ്യം വെച്ചതിന് കാപ്പി കുടിക്കാൻ കൊടുത്തു. കാരണം ആൾക്ക് ജോലിക്ക് പോകണമെന്ന് ഉള്ളതുകൊണ്ട് ആൾക്ക് കൊടുത്തു. അത് കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു എന്തായാലും ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് കാപ്പി കുടിക്കാമെന്ന് വിചാരിച്ചു. കാരണം മോനും മോളും നല്ല ഉറക്കമാണ്. അപ്പം മോൾ എഴുന്നേറ്റാൽ കുഴപ്പമില്ല, കാരണം അവൾ കുറച്ച് വലുതായതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. മോൻ എഴുന്നേറ്റ് അങ്ങനെയല്ല. കാരണം ഇപ്പോൾ അവന് ഇടയ്ക്ക് പനിയായിരുന്നു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഭയങ്കര നിർബന്ധമാണ് ആൾ. ആദ്യമൊക്കെ ആണെന്നുണ്ടെങ്കിൽ എഴുന്നേറ്റാലും കുഴപ്പമില്ല, തറയിൽ കുറച്ച് ടോയ്സൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കുറേ നേരമൊക്കെ കിടക്കുമായിരുന്നു. ഒരു 1/2 മണിക്കൂർ എങ്ങനെയും കിടക്കുമായിരുന്നു. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പോയി ചിരിച്ച് കളിപ്പിച്ചൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുറേ സമയം ആളിങ്ങനെ കിടന്ന് ഫ്രീ ആയിട്ട് കളിക്കുമായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, പനിയൊക്കെ മാറിയതിന് ശേഷം ഭയങ്കര നിർബന്ധമാണ്. അപ്പോൾ എഴുന്നേൽക്കുന്നതിന് മുന്നേ തന്നെ ഈ ഒരു സ്ലാബിൻ്റെ വശമൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുറേ പാത്രങ്ങൾ ഇന്നുണ്ട്, കുക്കറും ഇഡ്ഡലി പാത്രമൊക്കെ എല്ലാം വലിയ പാത്രങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെക്കണം. ആദ്യം ഞാൻ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വെച്ചു. പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പച്ചക്കറിയും തേങ്ങയൊക്കെ മാറ്റി വെക്കാമെന്ന് വിചാരിച്ചു. അതെല്ലാം ഒന്ന് എടുത്ത് അകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കട്ടൻ ചായയിൽ ഇപ്പം മഴ ആയതുകൊണ്ട് തന്നെ എനിക്ക് വെച്ചാൽ നല്ല തൊണ്ടവേദനയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇഞ്ചി ഇട്ടിട്ടാണ് കട്ടൻ ചായ കുടിക്കുന്നത്. മാത്രമല്ല ഏലക്കയൊക്കെ ഇടുന്നതിനേക്കാളും എനിക്കിങ്ങനെ ഇഞ്ചി ഇട്ട് കുടിക്കുന്നത് ഇഷ്ടമാണ്. അതുമല്ല ഞാനിവിടെ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് ഇവിടെയാണ് ഇങ്ങനെ ഇഞ്ചി കട്ടൻ ചായയിലിട്ട് കുടിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കുടിക്കുന്നത്. ഞാനങ്ങനെ പുറത്ത് കുടിച്ചിട്ടില്ല. നാരങ്ങ നീരൊഴിച്ച് കുടിച്ചിട്ടുണ്ട്, ലെമൺ ടീ എന്നൊക്കെ പറഞ്ഞിട്ട്. അതിൻ്റെ കൂടെ തന്നെ ഏലക്ക ഇട്ടും കുടിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാനത് കട്ടൻ ചായയൊക്കെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ പല്ല് തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചില ദിവസങ്ങളിൽ ഉമിക്കരി ഇട്ട് പല്ല് തേക്കും. അപ്പോൾ അടുക്കളയുടെ വശത്ത് ഇതുപോലെ ഉമിക്കരി വെച്ചിട്ടുണ്ട്. പെട്ടെന്നൊരു പല്ല് തേപ്പും. പിന്നെ മുഖത്തൊരു കുഞ്ഞ് പാക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. വേറൊന്നുമില്ല, ഇഡലിയുടെ മാവ് കുറച്ചുണ്ടായിരുന്നു. അതെടുത്തിട്ട് കുറച്ച് തേനും മഞ്ഞളും ചേർത്താണ് ഞാനിടുന്നത്. നല്ല സോഫ്റ്റായിട്ട് കിട്ടും. മാത്രമല്ല നല്ല ഒരു ഡ്രൈനെസ് ഒക്കെ മാറിയിട്ട് നല്ലൊരു സ്മൂത്തായിരിക്കും മുഖം. ഇങ്ങനെ കാണാൻ കുറച്ച് ബ്രൈറ്റായിട്ടും ഇരിക്കും പെട്ടെന്ന്. ഞാൻ മുൻപ് ഇതുപോലെയൊക്കെ ദോശയുടെ മാവൊക്കെ ബാക്കിയുള്ളപ്പോൾ ഇതുപോലെ ഇടാറുണ്ട്. ഒരു സ്പൂണൊക്കെ മതിയാവും നമ്മുടെ മുഖത്തിന്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക താല്പര്യമുണ്ടെങ്കിൽ. അങ്ങനെ പിന്നെ കാപ്പിയുടെയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ ഇതിന് കൊണ്ടുപോകാനുള്ള ചോറൊക്കെ പൊതിഞ്ഞെടുത്തായിരുന്നു. അപ്പോൾ വാഴയിലെല്ലാം കൊടുത്ത് വിടുന്നത്. മീൻ അരപ്പ് ഇങ്ങനെ നന്നായിട്ട് വറ്റിച്ചെടുത്തത് കൊണ്ട് തന്നെ അതും കൂടെ വെക്കുന്നുണ്ട്. സെപ്പറേറ്റ് പാത്രത്തിലൊന്നും എടുക്കുന്നില്ല. പിന്നെ ഇന്നലത്തെ തോരനുണ്ടായിരുന്നു, അതും കൂടെ കൊടുക്കണുണ്ട്. അപ്പോൾ ഉച്ചത്തേക്ക് ഞങ്ങൾക്കും ഇത് തന്നെയാണ് കറി. മീൻ വറ്റിച്ചതും പിന്നെ സാമ്പാറൊക്കെ ആയിട്ട് ഉച്ചയ്ക്ക് കഴിക്കാമെന്ന് വിചാരിച്ചു. മാത്രമല്ല ഇന്ന് ഉച്ച വരെയുള്ള
ഫുഡ് മാത്രം ഉണ്ടാക്കിയിട്ടുള്ളൂ, ചോറും സാമ്പാറും ഒക്കെ ആയിട്ട്. കാരണം ഞങ്ങൾ വൈകുന്നേരം എൻ്റെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് ഒരു 1-2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും വീട്ടിൽ വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഉച്ചയ്ക്ക് വരെ കഴിക്കാനുള്ള ചോറും കാര്യങ്ങളൊക്കെ മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇനി അതെല്ലാം കഴിഞ്ഞൊരു ക്ലീനിങ് ആണ്. ക്ലീനിങ് എന്ന് പറയുമ്പോഴത്തെ അടുപ്പിൻ്റെ വശം തന്നെയാണ് ആദ്യം തുടയ്ക്കുന്നത്. എണ്ണ വിഴുക്കൊക്കെ തുടച്ചിട്ടില്ല, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പുൽത്തൈലൊക്കെ കൊണ്ട് തുടച്ച് വൃത്തിയാക്കിയിട്ട് അതൊക്കെ കഴിഞ്ഞ് ചായം പോയി കഴിഞ്ഞു. പോയപ്പോഴത്തേക്ക് മഴയൊക്കെ ഒന്ന് തോർന്നുകൊണ്ട് മുറ്റത്തോട്ട് പതുക്കെ ഇറങ്ങി. കാരണം കാപ്പി ഇടുകയൊക്കെ കഴിഞ്ഞുകൊണ്ട് മോൾക്ക് പിന്നെ കാപ്പി കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അവളിപ്പോൾ വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ കുറച്ച് സമയം മുറ്റത്ത് ചെടിയൊക്കെ നോക്കിയെന്ന്. കാരണം മഴ നന്നായിട്ട് പെയ്യണുണ്ട്. അപ്പോൾ ഏതൊക്കെ ചെടി ഒടിഞ്ഞിട്ടുണ്ട്, ചട്ടിയിൽ നിന്ന് ഇങ്ങനെ മറിഞ്ഞൊക്കെ വീണിട്ടുണ്ടോ എന്നൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു. ഈ ഒരു മുല്ലത്തൈ ഞാൻ ഇടയ്ക്കൊരു ഷോർട്സിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പുറത്തെ വീട്ടിലെ ചേച്ചി എനിക്കൊരു ബഡ് തൈ തന്നതാണ്. അത് ഇത്രയും വളർന്നിട്ടുണ്ട്. ചില സമയങ്ങളിൽ ഒരുപാട് പൂക്കൾ പൂക്കാറുണ്ട്. 10 12 ഒക്കെ പൂക്കൾ പൂക്കാറുണ്ട്. നല്ല മണമാണ്, പൂത്തിങ്ങനെ ഒളിഞ്ഞ് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ അതൊക്കെ നോക്കി നിന്നതിന് ശേഷം ഞാൻ പിന്നെ മാങ്ങയുടെ സമയമൊക്കെ കഴിഞ്ഞു, മാങ്ങ ആ ഒരു സീസണൊക്കെ കഴിഞ്ഞു. അവസാനം 1-2 മാങ്ങയൊക്കെ നിൽപ്പുണ്ട്, അതിങ്ങനെ വീഴാറുണ്ട്. അതിങ്ങനെ ഞാൻ പിന്നെ ഇപ്പം മഴ ആയതുകൊണ്ട് എടുക്കാറുമില്ല, അങ്ങ് തെങ്ങിൻ്റെ മൂട്ടിലോട്ട് എടുത്തിടാറാണ് ഇപ്പോൾ ചെയ്യുന്നത്. മാത്രമല്ല ഇപ്പം ഞങ്ങൾ വീട്ടിലിടയ്ക്ക് കുറച്ച് ദിവസം ഇല്ലായിരുന്നു. അപ്പോൾ ആ സമയം കൊണ്ട് കുറച്ച് മാങ്ങ ഉണ്ടായിരുന്നു, അതൊക്കെ തൊഴിഞ്ഞ് തീർന്നു. പിന്നെ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു, അതൊക്കെ കഴുകി വെച്ചു. അത് കഴിഞ്ഞിട്ട് കൗണ്ടർ ടോപ്പ് എല്ലാം ക്ലീൻ ചെയ്തിട്ട് അടുക്കള മുഴുവനും ക്ലീൻ ചെയ്തിട്ട് മോൾക്ക് കാപ്പിയും കൊടുത്തു. അപ്പോൾ അവളും കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ അപ്പം മോനെ എഴുന്നേൽക്കാത്തതുകൊണ്ട് വിചാരിച്ചു കുറേ തുണികൾ മടക്കി വെക്കാനുണ്ടായിരുന്നു. ഈ ഇടയ്ക്കാണ് എൻ്റെ ചേച്ചിയുടെ മോളുടെ കല്യാണം വരുന്നത്. അപ്പോൾ ആ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ആ ഒരു കല്യാണ സമയത്തൊക്കെ ഇട്ട തുണികളൊക്കെ കൊണ്ടുവന്ന് കഴുകി എല്ലാം ഇങ്ങനെ, അതുമാത്രമല്ല വീട്ടിലിടുന്ന തുണികളായാലും എല്ലാം കഴുകി ഇങ്ങനെ കൊണ്ടിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ മടക്കി വെക്കാമെന്ന് വിചാരിച്ചു അവൻ ഉറങ്ങുന്ന സമയം കൊണ്ട്. പിന്നെ ഈ ഇടയ്ക്ക് ഞാൻ ഒരു ടോപ്പ് തയ്ച്ചിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിട്ടുള്ള നല്ലൊരു മെറ്റീരിയലാണ്. എനിക്കിതിൻ്റെ കളറാണ് ഒത്തിരി ഇഷ്ടപ്പെട്ടത്. പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഞാൻ തച്ചു എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. കാരണം എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല രീതിയിൽ ഇട്ടപ്പോൾ നന്നായിട്ട് ചേരുന്നുണ്ടായിരുന്നു. ഒരുപാട് ടൈറ്റായിട്ടൊന്നുമല്ല ഞാൻ തച്ചത്, കാരണം കുഞ്ഞിന് ഫീഡ് ചെയ്യണം. അപ്പോൾ ഞാൻ കുറച്ച് ലൂസായിട്ടാണ് തയ്ച്ചത്. അതാണ് ഇങ്ങനെ ചെസ്റ്റ് പോർഷനിൽ വെക്കുമ്പോഴത്തേക്കും നല്ല വലിയൊരു ടോപ്പ് പോലെ തോന്നുന്നത്. ഒരു 2 ചെറിയ ലെയർ ഫ്രില്ലൊക്കെ കൊടുത്ത് ലേസൊക്കെ വെച്ച് വീനക്കൊക്കെ വെച്ചിട്ടാണ് ഞാൻ ചെറിയൊരു പ്ലേറ്റ് പഫ് സ്ലീവ് പോലെ തോന്നിക്കുന്ന ഒരു സ്ലീവൊക്കെ കൊടുത്തിട്ടാണ് ഞാൻ തയ്ച്ചത്. പിന്നെ കുറേ തുണികളുണ്ടായിരുന്നു, എല്ലാം ഒന്ന് മടക്കി വെച്ചു. കാരണം ഒരു സമയം ഇങ്ങനെ കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ തുണി ഉണങ്ങിയത് കൊണ്ട് ഇട്ടുകൊണ്ടിരിക്കും, മടക്കി വയ്ക്കാൻ ഭയങ്കര മടിയാണ്. അങ്ങനെ കല്യാണത്തിന് കൊണ്ടുപോയ തുണികളും പിന്നെ ഇവിടെ വീട്ടിലിട്ടതും ഒക്കെ ആയിട്ട് ഒരു ലോഡ് തുണികളുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം മടക്കി ഒതുക്കി വെച്ചു. ഇനി അതത് സ്ഥാനങ്ങളിൽ മാത്രം വെച്ചാൽ മതി, എല്ലാം കട്ടിൽ ഇതുപോലെ മടക്കി വെച്ചു. ഈ ഇടയ്ക്ക് ഞാൻ മോൾക്ക് ഫസ്റ്റ് ക്രൈയിൽ നിന്ന് എടുത്തൊരു ടോപ്പാണ്, 1270 രൂപയുടെ ഷിമ്മറിൻ്റെ ഒരു നല്ലൊരു ടോപ്പാണ്. ഇതിൻ്റെ സ്ലീവാണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടത്. നല്ലൊരു പഫ് സ്ലീവായിരുന്നു, നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു. വില കുറച്ച് കൂടുതലാണെങ്കിലും അവൾക്ക് ഇട്ടപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ പോകുന്നെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ കുറച്ച് തുണികൾ എടുക്കുന്നുണ്ട്. 1-2 ദിവസം ആയതുകൊണ്ട് കുഞ്ഞിന് മാത്രമാണ് കുറച്ച് കൂടുതൽ എടുക്കുന്നത്. ബാക്കി ഞങ്ങൾക്ക് 1-2 ഡ്രസ്സ് മാത്രമേ എടുക്കണുള്ളൂ. എല്ലാം കൂടി ഈ ഒരു ബാഗിലാണ് കൊണ്ടുപോകുന്നത്. അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ കൊണ്ടുപോകണുള്ളൂ, ഒരുപാട് ദിവസമൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഞാൻ കർച്ചീഫ് അങ്ങനെയുള്ള കുറച്ച് ഇന്നേഴ്സ് അങ്ങനെയുള്ള കുറച്ച് മാത്രം എടുത്ത് എല്ലാം കൂടി ഒരു ബാഗിൽ എല്ലാവർക്കും ഉള്ളതും കൂടെ ഒറ്റ ബാഗിലാണ് കൊണ്ടുവന്നത്. പിന്നെ ഞാൻ മോനുള്ള മരുന്നൊക്കെ എടുക്കുന്നുണ്ട്. കാരണം ഇനി അവിടെയും ക്ലൈമറ്റ് എങ്ങനെയാണെന്ന് അറിയില്ല, വെയിലാണോ മഴയാണോ ഒന്നും അറിയില്ല. അപ്പം എന്തായാലും മരുന്നൊക്കെ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്കുള്ള 1-2 സാധനങ്ങളും കൂടെ എടുത്ത് വെക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ മേക്കപ്പ് അല്ല, അത്രയേ ഉള്ളൂ ഐറ്റംസ് എല്ലാം എടുത്ത് ഒതുക്കിയൊക്കെ വെച്ചു. പിന്നെ ബാഗൊക്കെ പാക്ക് ചെയ്ത് വെച്ചതിന് ശേഷം ഞാൻ പിന്നെ ഒരു പെർഫ്യൂമും കൂടെ എടുക്കുന്നുണ്ട്. എവിടെ പോയാലും ഈ ഒരു ഐറ്റം ഞാൻ ഒഴിവാക്കാറില്ല. കാരണം നമ്മൾ എത്രയൊക്കെ തുണികൾ ഇങ്ങനെ നല്ല രീതിയിൽ കഴുകിയെടുത്താലും പെർഫ്യൂം യൂസ് ചെയ്യുന്നവർക്ക് അത് യൂസ് ചെയ്താലേ ഒരു സമാധാനം കാണുള്ളൂ. അങ്ങനെയുള്ള ഒരാളാണ് ഞാനും. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം മഴയൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. മുറ്റത്തോട്ട് ഇറങ്ങിയപ്പോൾ നല്ലൊരു മാങ്ങ ഫ്രഷായിട്ട് വീണു. അപ്പോൾ ഞാൻ എന്തായാലും അത് എടുത്തു, കഴിക്കാമെന്ന് വിചാരിച്ച് എടുത്തതാണ്. അധികം തല്ലൊന്നും കൊണ്ടിട്ടില്ല, കേടൊന്നും ഇല്ലാത്ത മാങ്ങ. പിന്നെ ഇപ്രാവശ്യമാണ് ഈ റംബൂട്ടാൻ കാച്ചിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഒരൊറ്റ കൊലയാണ് കായ്ച്ചത്, ആദ്യമായിട്ടാണ് കായ്ച്ചത്. ഇവിടെ മഞ്ഞ റംബൂട്ടാനും ഉണ്ട്, പിന്നെ ഈ റെഡും ഉണ്ട്. അപ്പം ചെടിയൊക്കെ മഴയത്ത് ഇതുപോലെ മറിഞ്ഞ് കിടക്കുകയാണ്. ഇനി അതെല്ലാം ഒന്ന് കെട്ടി വെക്കണം. മാത്രമല്ല ഇവിടെ ആദ്യമായിട്ട് മാംഗോസ്റ്റും ഉണ്ടായിട്ടുണ്ട്, അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അപ്പോൾ ഒരൊറ്റ മാംഗോസ്റ്റാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ല്. താങ്ക് യു.